നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ രാജ്യമൊട്ടാകെ വിദ്യാർത്ഥികളുടെ കടുത്ത പ്രതിഷേധമാണ്. ഡൽഹിയിൽ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. പലയിടത്തും പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. മെയ് 3 നടന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നതാണ് കണ്ടെത്തിയത്. ക്രമക്കേട് കണ്ടെത്തിയതോടെ മെയ് 3 പരീക്ഷ അസാധുവായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതി ഉടൻ പുറത്തുവിടുമെന്നും NTA വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഉത്തരാഖണ്ഡ് സ്വദേശികളായ നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കേന്ദ്രം CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലാവുന്നത്. ചോദ്യപേപ്പർ ചോർന്നുവെന്ന് വ്യാപക പരാതികൾ പുറത്തുവന്നതിനു പിന്നാലെ അന്വേഷണ ഏജൻസികൾക്ക് പുറമെ NDA നടത്തിയ ആഭ്യന്തര അന്വേഷണവും കണക്കിലെടുത്താണ് മെയ് 3 നടന്ന പരീക്ഷ റദ്ദാക്കിയത്. പരീക്ഷ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് ചോദ്യപേപ്പറിലെ വ്യാപക ക്രമക്കേടുകൾ പുറത്തുവരുന്നത്. പരീക്ഷയ്ക്ക് മുൻപ് വിദ്യാർത്ഥികൾക്കിടയിൽ 410 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യപേപ്പർ പ്രചരിച്ചിരുന്നു. കേരളത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ രാജസ്ഥാൻ സ്വദേശിയാണ് രാജസ്ഥാനിലെ ഒരു പ്രധാന കോച്ചിംഗ് സെന്ററിലെ അധ്യാപകന് ഈ ചോദ്യപേപ്പർ കൈമാറിയതെന്നാണ് വിവരം. ഇത് അധ്യാപകൻ കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും പിന്നീട് വാട്സ്ആപ്പ് വഴി വലിയ തോതിൽ പ്രചരിക്കുകയുമായിരുന്നു. ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ രാജസ്ഥാൻ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗം അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച ചോദ്യപേപ്പറിൽ നിന്നുള്ള 100-ലധികം ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിലും വന്നതായി കണ്ടെത്തി. 720 മാർക്കിൽ 600 മാർക്കിനുള്ള ചോദ്യങ്ങളും സമാനമായിരുന്നു. വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനം പുറത്തുവിടുമെന്നും പരീക്ഷയുടെ പുതുക്കിയ തീയതി ഉടൻ അറിയിക്കുമെന്നും NTA അറിയിച്ചു. ഒരിക്കൽ പരീക്ഷ എഴുതിയതിനാൽ പുതിയതായി രജിസ്ട്രേഷൻ നടത്തേണ്ടതിന്റെയോ ഫീസ് അടയ്ക്കേണ്ടതിന്റെയോ ആവശ്യമില്ലെന്നും നേരത്തെ അടച്ച ഫീസ് തിരികെ നൽകുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. പരീക്ഷ റദ്ദാക്കിയതിനു പിന്നാലെ ഡൽഹിയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. നീറ്റ് പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ചാണ് പ്രതിഷേധം. തുടർച്ചയായി ഉണ്ടാവുന്ന വിവാദങ്ങൾ പരീക്ഷയുടെ വിശ്വാസ്യത തകർത്തെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. बीजेपी सरकार जो है नीट के विद्यार्थियों के साथ में अन्याय कर रही है और जिस तरीके से लगातार नीट के पेपर 5000 में और 5 लाख में राजस्थान के शिखर के अंदर मिल रहे हैं. നീറ്റ് റദ്ദാക്കിയതിൽ BJPയെ വിമർശിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും സ്വപ്നങ്ങളും അഴിമതി നിറഞ്ഞ BJP ഭരണകൂടം തകർത്തെന്നും ഇത് വെറുമൊരു പരാജയം മാത്രമല്ല രാജ്യത്തെ യുവാക്കളോട് ചെയ്ത കുറ്റകൃത്യമാണെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. പ്രതിഷേധം ശക്തമായതോടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്രം CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് NDAയും വ്യക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.